നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഞണ്ട് മപ്പാസാണ്. 1/2 കിലോ ഞണ്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ കഴുകി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറന്തോടൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കി കൊണ്ടുവരട്ടെ. ഇപ്പം ഞണ്ടെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, മുറിച്ചിട്ടിട്ടില്ല. മപ്പാസ് വയ്ക്കുന്നതാണ് നമ്മൾ അതേപടിയാണ് എടുത്തിരിക്കുന്നത്. ഇടത്തരം ഞണ്ടല്ലേ, അപ്പോൾ അത് മുറിക്കേണ്ട കാര്യമില്ല. 2 മീഡിയം സൈസ് സവാള, 10-25 കഷ്ണം ചെറിയ ഉള്ളി, 1 തക്കാളി, 5 പച്ചമുളക്, 5-8 കഷ്ണം വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, കറിവേപ്പില. നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 5 പച്ചമുളക് എടുത്തത്. പിന്നെ നമ്മൾ എരിവിനായി ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇനി കറി തയ്യാറാക്കാം. കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ ചട്ടിയിൽ തന്നെ തയ്യാറാക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 നുള്ള ഉലുവ കൂടെ ഇട്ട് കൊടുക്കാം. ഉലുവ ഒത്തിരി ആകരുത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അതുപോലെ തന്നെ മപ്പാസൊക്കെ വെക്കുമ്പോൾ പേസ്റ്റ് ആക്കി എടുക്കല്. നമ്മൾ ഇതേപോലെ ചതച്ചെടുക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ്. ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. രണ്ട് കറിവേപ്പില, നമ്മൾ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി, അല്ല ചുവന്നുള്ളി മപ്പാസ് വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. പച്ചമുളക്, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് അലിഞ്ഞ് ചേരണം മപ്പാസിനകത്ത്. അതാണ് നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കണം. നമുക്ക് ലേശം ഉപ്പ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഇത് വാടി വരും. ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. രണ്ട് മിനിറ്റ് കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി കൂടി ഒന്ന് നന്നായി വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്കുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി നമ്മളിതിനകത്ത് കൂടുതൽ ചേർക്കില്ല, ഒരു ലേശം ചേർത്തന്നേ ഉള്ളൂ. 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. കുരുമുളകാണ് നമ്മൾ കൂടുതലായി ചേർത്ത് കൊടുക്കേണ്ടത്. ലേശം ഗരം മസാലപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയെല്ലാം ചേർക്കുമ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. അതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയുടെ എല്ലാം പച്ച കുത്തൽ മാറുന്ന വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം.
അപ്പം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കാം. ഞണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ മസാലകളെല്ലാം ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു തരട്ടെ. നമുക്കൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വയ്ക്കാം. രണ്ട് മിനിറ്റോളമായി. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഞണ്ടിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചേരുവ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു വലിയ മുറി തേങ്ങ ചിരവി നമ്മൾ 2-ാം പാലും 1-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ലിറ്റർ 2-ാം പാൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് വേണം ഞണ്ട് നന്നായിട്ട് വെന്ത് വരാനായിട്ട്. നമ്മൾ ലേശം ഉപ്പേ ചേർത്തുള്ളായിരുന്നു. അപ്പം ഇതിന് പാകമായ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞണ്ട് വെന്ത് നന്നായിട്ട് വറ്റി കുറുകി വരണം. നമുക്ക് ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറുണ്ണാൻ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ് ഞണ്ട് മപ്പാസ്. ലേശം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി വറ്റി വരണം നന്നായിട്ട്. നമുക്ക് കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വരും. ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ഉള്ളി സവോളയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേരണം കേട്ടോ. അപ്പോൾ ഈ അരപ്പിന് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ കൂടെ ചേർത്ത് കൊടുക്കണം. 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കരുത്. ലോ ഫ്ലെയിമിലാക്കിക്ക് ഒന്ന് തിളക്കി കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ച് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പച്ചക്കറിവേപ്പിലൂടെ കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഞെവിടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഒരു 2 തുള്ളി പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുക. ഇപ്പോൾ ചട്ടിയുടെ ചൂടുകൊണ്ട് തിളച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇവയുടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയുണ്ടെന്നറിയാമല്ലോ. കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ അറിയത്തില്ല എത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ള മപ്പാസാണെന്ന്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ. നമുക്കിതിനി ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് പകർന്നാലോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഞണ്ട് മപ്പാസ് ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഈ ഞണ്ട് മപ്പാസ് ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് മപ്പാസാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായി കാണാം. താങ്ക്